ഡോക്ടർ ഹുസൈൻ മടവൂർ നമുക്കൊപ്പം ചേരുന്നു. നവോത്ഥാന സമിതിയുടെ വൈസ് ചെയർമാൻ പദവി രാജിവെച്ചതിനെതിരെ വളരെ രൂക്ഷമായ രീതിയിലാണ് വെള്ളാപ്പള്ളി വിമർശിക്കുന്നത്. അതോടൊപ്പം തന്നെ നേരത്തെ തന്നെ താങ്കൾ തീവ്രവാദം പറയുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്കാണ് അദ്ദേഹം പറയുന്നത്. എന്താണ് അതിനുള്ള മറുപടി? അത് നമുക്ക് വിഷയത്തിൻ്റെ മെറിറ്റ് പറയാം. ആദ്യം അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ്. അഭിപ്രായം ഏതാണെന്ന് വെച്ചാൽ ഇടതുപക്ഷ ഗവൺമെൻറ് ഈഴവന്മാരെ അവഗണിക്കുന്നു, മുസ്ലിങ്ങൾക്ക് കൂടുതൽ നൽകുന്നു, അവരെ പ്രീണിപ്പിക്കുന്നു എന്നാണ്. അതിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് അദ്ദേഹം അതിൻ്റെ കണക്ക് പുറത്തു കൊണ്ടുവരണം. മുസ്ലിം സമുദായം എത്ര ശതമാനമാണ്? 28-30% ഉണ്ട്. ഈഴവ സമുദായം, അങ്ങനെ ഓരോന്നിനും കണക്കുണ്ട്. അപ്പോൾ ആ ജനസംഖ്യാനുപാതികമായ ആ കണക്കിലേറെ മുസ്ലിങ്ങൾ എന്ത് നേടി? ഇപ്പോൾ 140 MLA അതിൽ മുസ്ലിങ്ങൾ അവരുടെ ശതമാനത്തിലേറെ ഉണ്ടോ? നിയമസഭയിലെ എണ്ണം, അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റിലെ സ്റ്റാഫ്, മൊത്തം ഉദ്യോഗം, സ്ഥാപനങ്ങൾ. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം എല്ലാം കൂടിയും കൂട്ടിയാലും പല രംഗങ്ങളിലും 3% പോലും മുസ്ലിങ്ങളില്ല എന്നാണ്. അപ്പോൾ അദ്ദേഹത്തിന് അറിയാവുന്ന വിവരം വെച്ചുകൊണ്ട് അതൊന്ന് പുറത്തു കൊണ്ടുവരണം. അതാണ് ഒന്ന്. പിന്നെ തീവ്രവാദം എന്നൊക്കെ പറയുന്നത് അത് ആൾ മാറിപ്പോയതാണ്. കാരണം എന്താണെന്നറിയോ? ശിവഗിരി തീർത്ഥാടനത്തിൽ 45 മിനിറ്റ് നേരം ഏതാനും വർഷം മുമ്പ് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അവിടുത്തെ സ്വാമിമാർ വിളിച്ചിട്ട് പോയതാണ്. കേരളത്തിലും ഇന്ത്യയിലും നടക്കുന്ന പ്രധാനപ്പെട്ട മതസൗഹാർദ്ദ കൂട്ടായ്മയിലൊക്കെ ഞാനുണ്ട്. ഇപ്പോൾ എറണാകുളം ബേസ്ഡ് കൗൺസിൽ ഫോർ കമ്മ്യൂണിറ്റി കോപ്പറേഷൻ എന്നിട്ടൊന്നുണ്ട്. കഴിഞ്ഞ ജൂലൈയിൽ ഉദ്ഘാടനം ചെയ്തതാണത്. ദലൈലാമയുടെ പ്രതിനിധിയൊക്കെ വന്നിട്ട് അതിൽ ശിവഗിരിയിലെയും ശബരിമലയിലെയും അതുപോലെ ഗുരുവായൂരിലെയും എല്ലാം പ്രധാനപ്പെട്ട ആരാധനാലയങ്ങളിലെ സ്വാമിമാരുണ്ട്. അതുപോലെ ക്രിസ്ത്യൻ ബിഷപ്പുമാരുണ്ട്, മുസ്ലിം പണ്ഡിതന്മാരൊക്കെ ഉണ്ട്. കോഴിക്കോട്ട് അതേപോലെ തന്നെ മലബാർ ഇനീഷ്യേറ്റീവ് ഫോർ സോഷ്യൽ ഹാർമണി മിഷൻ പറഞ്ഞിട്ടൊന്നുണ്ട്. PV ചന്ദ്രനും PK അഹമ്മദൊക്കെ അതിൻ്റെ മുമ്പിലുണ്ട്. അപ്പോൾ എല്ലായിടത്തും ഇപ്പോൾ ഡൽഹിയിലാണെങ്കിൽ സ്വാമി അഗ്നിവേശിൻ്റെ നേതൃത്വത്തിൽ ഒരു പാർലമെൻറ്റ് ഫോർ ഓൾ റിലീജിയൻസ് ഉണ്ട്. അതിൻ്റെ എക്സിക്യൂട്ടീവ് അംഗമാണ് ഞാൻ. ശ്രീ രവിശങ്കറിൻ്റെ ആശ്രമത്തിൽ 3 ദിവസം മനുഷ്യ സൗഹാർദ്ദത്തെക്കുറിച്ച് നടന്ന സെമിനാറിൽ, ചർച്ചയിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അദ്ദേഹം പറഞ്ഞത് എന്തുകൊണ്ടാണെന്നറിയില്ല. തുടർച്ചയായി ഇത്തരത്തിലുള്ള ആരോപണം വരുന്നു എന്നുള്ളതാണ്. മുസ്ലിം സമുദായം കൂടുതൽ ആനുകൂല്യങ്ങൾ പറ്റുന്നു, ഭരണരംഗത്തും അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തും കൂടുതൽ നേട്ടങ്ങൾ നേടുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണം. അതിന് നേരത്തെ തന്നെ താങ്കൾ മറുപടി നൽകുകയും ചെയ്തു. പക്ഷേ അതോടൊപ്പം തന്നെ ജാതി സെൻസസ് എന്നുള്ള ആവശ്യം പലപ്പോഴും പല ഘട്ടങ്ങളിലും വിവിധ സംഘടനകളിൽ നിന്നൊക്കെ ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? ജാതി സെൻസസ് വേണം. ജാതി സെൻസസിലൂടെ മാത്രമേ ഓരോ സമുദായം എത്ര എണ്ണം ആളുകൾ ഉണ്ടെന്ന് അറിയുള്ളൂ. അത് പിന്നെ വെള്ളാപ്പള്ളി നടേശൻ്റെ സമുദായവും അത് ആവശ്യപ്പെട്ടതാണ്. കാരണം അവർക്ക് കിട്ടേണ്ടത് അവർക്ക് കിട്ടണ്ടേ. നമ്മൾ ഒന്നിച്ച് നിന്ന് ആവശ്യപ്പെടേണ്ട സംഗതികളാണ്. 2 തരം വർക്ക് ഇവിടെ ആവശ്യമുണ്ട്. ഒന്ന്, പിന്നോക്ക സമുദായങ്ങൾ. ഈ പിന്നോക്ക സമുദായങ്ങൾ എന്നതിൽ മുസ്ലിങ്ങളും ഈഴവന്മാരും ദളിത് വിഭാഗവും ഒക്കെ പെടും. അതേപോലെ തന്നെ മൈനോറിറ്റി, ന്യൂനപക്ഷം, മുസ്ലിം, ക്രിസ്ത്യൻ, ബുദ്ധ, സിഖ്, ജൈനൻ തുടങ്ങിയ ന്യൂനപക്ഷങ്ങളുണ്ട്. അപ്പോൾ ന്യൂനപക്ഷങ്ങളുടെ റൈറ്റ്സ് നേടിയെടുക്കണം. അതേപോലെ പിന്നോക്കക്കാരുടെ റൈറ്റ്സ് അത് നേടിയെടുക്കണം. അപ്പോൾ അതിനാരാണ് എതിര് എന്ന് നോക്കിയിട്ട് അതാണ് അദ്ദേഹം പറയേണ്ടത്. വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താണ് എന്നാണ് പറഞ്ഞു വരുന്നത്. കാരണം അദ്ദേഹം അറിഞ്ഞുകൊണ്ട് അങ്ങനെ പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞങ്ങൾ ഒരുപാട് മീറ്റിങ്ങിലൊപ്പം പങ്കെടുത്താണ്, ഒപ്പം ഭക്ഷണം കഴിച്ചാണ്, ഒപ്പം താമസിച്ചതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അത് പറഞ്ഞതെന്ന് അറിയില്ല. സ്വാഭാവികമായും സാധാരണ നിലയിൽ KNMൻ്റെ മുജാഹിദ് സംഘടനകളുടെയൊക്കെ നേതാക്കൾ ഏതെങ്കിലും തരത്തിലുള്ള വർഗീയ പരാമർശമൊന്നും ഉണ്ടാകുന്ന നമ്മൾ കണ്ടിട്ടില്ല, മുൻകാലങ്ങളിൽ നമ്മൾ കണ്ടിട്ടില്ല. ഒരു മിതമായുള്ള രീതിയിൽ സംസാരിക്കുകയോ ചെയ്യുന്ന നേതാക്കൾ തന്നെയാണ്. അത്തരത്തിലൊരു നേതാവിനെതിരെയാണ് ഇത്തരത്തിലൊരു ഗുരുതരമായ ആരോപണം ഉയർന്നു വരുന്നത്. അതിപ്പോൾ എന്താണെന്ന് പറയാം, എവിടെ ഒരു തീവ്രവാദത്തിൻ്റെ ചെറിയൊരു പ്രവർത്തനം വരുന്നത് അതിനെതിരിലാണ് നമ്മൾ. ഞാൻ പ്രത്യേകിച്ചും അതിനെല്ലാം പ്രസംഗിക്കാറുണ്ട്, ലേഖനങ്ങൾ എഴുതാറുണ്ട്, ക്യാമ്പയിൻ നടത്താറുണ്ട്, അതിനുവേണ്ടി യാത്ര ചെയ്യാറുണ്ട്. ആ ഒരു രീതി തന്നെയാണ് നമുക്കുള്ളത്. ഇപ്പോൾ തീവ്രവാദികൾ പോലും നമ്മൾ ഏറ്റെടുക്കില്ല, അത്ര നമ്മൾ മിതവാദികളായി പോയിട്ടുള്ളത് കൊണ്ട്. അതായത് വെള്ളാപ്പള്ളിക്ക് എതിരായിട്ടൊരു ആ രീതിയിലുള്ളൊരു മറുപടി നൽകാൻ ആഗ്രഹിക്കുന്നില്ല. ഇല്ല, അത് വേണ്ട. അദ്ദേഹം ഒരു പ്രായം കൂടിയ ഒരു ആദരിക്കപ്പെടുന്ന ഒരു സ്ഥാനത്തുള്ള വ്യക്തിയല്ലേ. അപ്പോൾ അത് വിട്ടേക്കാം. നമുക്ക് ഈ വിഷയമാണ് ലൈവായി നിൽക്കേണ്ടത്. അതായത് മുസ്ലിങ്ങൾക്ക് ഇടതുപക്ഷം കൂടുതൽ നൽകി അല്ലെങ്കിൽ ഈഴവർക്ക് കൊടുത്തില്ല, മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുന്ന ആ വിഷയം കണക്ക് വെച്ച് സംസാരിക്കണം. അത് വെള്ളാപ്പള്ളി ചെയ്യണം.
ഏതായാലും ഹുസൈൻ മടവൂർ കൃത്യമായി തന്നെ പറയുന്നു, ഈ വെള്ളാപ്പള്ളി നടേശന് അതേ നിലയിലുള്ള ഒരു മറുപടി നൽകാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ വെള്ളാപ്പള്ളി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ കണക്ക് പുറത്തുവിടണം. അതോടൊപ്പം തന്നെ ജനസംഖ്യ ആനുപാതികമായുള്ള സംവരണം അല്ലെങ്കിൽ അവകാശങ്ങൾ തങ്ങൾക്ക് തന്നെ ലഭിക്കുകയും വേണം. അതോടൊപ്പം തന്നെ ജാതി സംവരണം അടക്കമുള്ള ആവശ്യങ്ങൾ അവർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നു. ഷനിൽ കണ്ണനൊപ്പം റിപ്പോർട്ടർ AK അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.